നമസ്കാരം. 8 പേരുടെ ജീവനെടുത്ത ഡൽഹി സ്ഫോടനത്തിന്റെ നടുക്കം മാറാതെ രാജ്യം. ചെങ്കോട്ട പരിസരത്ത് പൊട്ടിത്തെറിച്ച കാർ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗമൊക്കെ വിളിച്ചിട്ടുണ്ട്. ഒപ്പം വിവിധ ഇടങ്ങളിൽ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. അതീവ ജാഗ്രതയോടെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. ബീഹാറിൽ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി ജാഗ്രത കൂട്ടിയിട്ടുണ്ട്. ഏറ്റവും വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യമാണ്. ഏതായാലും ആദ്യം നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. രാജ്യത്തെ നടുക്കിയ ചെങ്കോട്ട സ്ഫോടനത്തിൽ 8 മരണം സ്ഥിരീകരിച്ചു. 30-ലേറെ പേർക്ക് പരിക്ക്. ഭീകരാക്രമണം തന്നെയെന്ന് പോലീസ്. UAPA വകുപ്പുകൾ ചുമത്തി കേസ്. ലക്ഷ്യമിട്ടത് ചാന്ദിനി ചൗക്ക് മാർക്കറ്റ്. ഫരീദാബാദ് റെയ്ഡും ചെങ്കോട്ട സ്ഫോടനവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നു. കാർ ഓടിച്ചിരുന്നത് ഫരീദാബാദ് ഭീകര സംഘത്തിൽ പോലീസ് തിരയുന്ന ഒമർ മുഹമ്മദ് എന്ന് സംശയം. DNA പരിശോധനയ്ക്ക് പോലീസ്. ചെങ്കോട്ട സ്ഫോടനം നടത്തിയത് ഹരിയാന രജിസ്ട്രേഷനിലുള്ള കാർ ഉപയോഗിച്ചെന്ന് കണ്ടെത്തൽ. കറുത്ത മാസ്ക് ഇട്ടയാൾ റെഡ് ഫോർട്ടിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് കാറുമായി ഇറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ദേശീയ മാധ്യമങ്ങൾ. കാർ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ നിർത്തിയിട്ടത് 3 മണിക്കൂർ. കാറിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ പുൽവാമ സ്വദേശി താരിഖിനെ കുറിച്ച് അന്വേഷണം. ബീഹാർ അവസാനഘട്ട വോട്ടെടുപ്പിന്ന് 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങൾ വിധിയെഴുതും. റെക്കോർഡ് പോളിംഗ് പ്രതീക്ഷിച്ച് മുന്നണികൾ. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളും ഇന്ന്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വൈകിട്ട് പുറത്തുവരും. തിരുവനന്തപുരം SATയിലെ യുവതിയുടെ മരണത്തിൽ വിദഗ്ധ സമിതി ഇന്ന് അന്വേഷണം തുടങ്ങും. അന്വേഷണം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സംഗീതയുടെ നേതൃത്വത്തിൽ. വെള്ളിയാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ DMEയുടെ നിർദ്ദേശം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് പിന്നാലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ തിരക്കിട്ട ചർച്ചകളുമായി മുന്നണികൾ. കൊച്ചി കോർപ്പറേഷനിലെ ആദ്യഘട്ട പട്ടിക കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിക്കും. CPMന്റെ സ്ഥാനാർത്ഥി പട്ടിക നാളെ. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയുമായിട്ടാണ് ഗുഡ് മോർണിംഗ് കേരളം തുടങ്ങുന്നത്. രാജ്യത്തെ നടുക്കിയ ചെങ്കോട്ട സ്ഫോടനത്തിൽ 8 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 30-ലേറെ പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഭീകരാക്രമണം തന്നെയെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. UAPA വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ലക്ഷ്യമിട്ടത് ചാന്ദിനി ചൗക്ക് മാർക്കറ്റാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഫരീദാബാദ് റെയ്ഡും ചെങ്കോട്ട സ്ഫോടനവും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നൊക്കെ പരിശോധിക്കുകയാണ്. കനത്ത സുരക്ഷയിലാണ് രാജ്യം. റെയിൽവേ സ്റ്റേഷനുകൾ, മെട്രോ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ, തന്ത്രപ്രധാന മേഖലകൾ എന്നിവിടങ്ങളിലെല്ലാം പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിളിച്ച ഉന്നതതല യോഗവും ഇന്ന് ചേരുന്നുണ്ട്. KK പ്രശാന്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. പ്രശാന്ത്, രാജ്യം ഏറെ നടുങ്ങിയ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. ഒപ്പം അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. 8 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഫോറൻസിക് സാമ്പിളുകൾ അടക്കം പരിശോധിച്ച് ഈ കൊടും ഭീകരനാണ് ഇത് നടത്തിയതെന്നുള്ള സംശയം കൂടി ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ. അഖില, ഗുഡ് മോർണിംഗ്. ഏതായാലും വലിയ ഞെട്ടലിൽ തന്നെയാണ് രാജ്യം ഇപ്പോഴും ഉള്ളത്. ഈ മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നത്. ചില ദേശീയ മാധ്യമങ്ങൾ മരണസംഖ്യ 8 കഴിഞ്ഞ 9ലേക്ക് എത്തി എന്നൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ അക്കാര്യം അങ്ങനെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് നൽകാത്തത്. സ്വാഭാവികമായും മരണസംഖ്യ ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 3 പേർക്കാണ് അതീവ ഗുരുതരമായി തന്നെ പരിക്കേറ്റത്. 24 പേർക്ക് പരിക്കേറ്റായിരുന്നു. 24 പേർ പരിക്കേറ്റ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അതിൽ 3 പേരുടെ നില ഗുരുതരമെന്ന് ഇന്നലെ തന്നെ സ്ഥിരീകരണം ഉണ്ടായതാണ്. അങ്ങനെ ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. മറ്റ് ചില ആളുകളെല്ലാം തന്നെ അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ് ഇന്നലെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ സാഹചര്യങ്ങൾ പോകുന്നത്. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തന്നെയാണ്. പ്രത്യേകിച്ച് രാജ്യ തലസ്ഥാനത്തെ ഏറ്റവും തന്ത്രപ്രധാന മേഖലയാണ് റെഡ് ഫോർട്ട്. ആ റെഡ് ഫോർട്ടിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചുള്ള ഏതൊക്കെ തരത്തിലാണ് ഇവിടേക്ക് ആളുകൾ എത്തിയത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്.
അതിന്റെ നടപടിക്രമങ്ങൾ അതിന്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഈ കാറ് ഹരിയാനയിൽ നിന്ന് വാങ്ങിയ വ്യക്തിയെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഹരിയാനയിൽ കാറിന്റെ ഉടമ ഹരിയാന സ്വദേശിയെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിനുശേഷമാണ് തുടർ നടപടിയിലേക്ക് കടന്നത്. അവിടെ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ആ കാറ് 3-ലധികം തവണ പലർക്കായി വിറ്റു എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും ഒടുവിലായി വാങ്ങിയത് പുൽവാമ സ്വദേശി താരിഖാണ് എന്ന വിവരമാണ് പുറത്തു വന്നത്. താരിഖ് വ്യാജ രേഖകൾ നൽകിയാണ് കാറ് കൈവശമാക്കിയത് എന്ന വിവരമാണ് പ്രധാനമായും ലഭ്യമായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ചാണ് താരിഖ് കസ്റ്റഡിയിലുണ്ട് എന്ന തരത്തിൽ ചില വാർത്തകൾ പുറത്തേക്ക് വന്ന തരത്തിലൊരു സ്ഥിരീകരണം വരാനുണ്ട്. എന്തായാലും അതീവ ഗുരുതരമായ ഒരു സാഹചര്യം രാജ്യ തലസ്ഥാനത്താകെ തന്നെയുണ്ട്. അതിന്റെ അന്വേഷണം തരത്തിൽ പോകുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UAPA വകുപ്പ് പ്രകാരം ഇവർക്കെതിരെ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികൾ ആരംഭിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റ് പരിശോധനകൾ, പ്രത്യേകിച്ച് ഫോറൻസിക്കിന്റെ പരിശോധന ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾ ഇനിയിപ്പോൾ അന്വേഷിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് കാറ് ഇത്തരത്തിൽ ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് പ്രധാനമായി പരിശോധിക്കുന്നത്. ചെങ്കോട്ടയ്ക്ക് സമീപത്തെ പാർക്കിംഗ് കേന്ദ്രത്തിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ഈ കാറ് വൈകിട്ട് 3:19 മുതൽ 6:48 വരെ സമീപത്തെ പാർക്കിങ്ങിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ കാറ് ഈ പറയുന്ന ഭാഗത്തേക്ക്, പ്രത്യേകിച്ച് ഈ ലാൽക്കിലയുടെ മെട്രോ ഗേറ്റിന് സമീപത്തേക്ക് എത്തുന്നത്. ഇത് ഡൽഹി പോലീസിന്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ചാന്ദിനി ചൗക്ക് മാർക്കറ്റായിരുന്നു പ്രധാനമായും ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പ്രദേശത്ത് പക്ഷേ വാഹനങ്ങൾ കടത്തിവിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ റെഡ് സിഗ്നലിന് അടുത്തെത്തുമ്പോൾ കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാർക്കറ്റിന് സമീപത്തേക്ക് കാർ കയറ്റാനുള്ളൊരു സാഹചര്യം ഈ റെഡ് സിഗ്നൽ വീണതോടുകൂടി തന്നെ ഇല്ലാതായി. അങ്ങനെയാണ് ഈ കാറ് ഈ സമീപത്ത് പൊട്ടിത്തെറിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും അത് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങളാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. ഏതായാലും ദരിയാഗഞ്ച് ഭാഗത്ത് നിന്നാണ് ചെങ്കോട്ട ഭാഗത്തേക്ക് ഈ കാർ എത്തിയത്. ദരിയാഗഞ്ചിലേക്ക്, അതായത് പഴയ ഡൽഹി പ്രദേശമാണ് ഇതെല്ലാം തന്നെ. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് എങ്ങനെയാണ് ഈ കാർ എത്തിയത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായും പരിശോധിക്കുന്നത്. അതിനാവശ്യമായ CCTV ദൃശ്യങ്ങളടക്കം തന്നെ ഇപ്പോൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം പ്രധാനപ്പെട്ട കാര്യം, ഈ കാറ് നിലവിൽ ഇത്തരത്തിലൊരു വ്യക്തി, പ്രത്യേകിച്ച് പുൽവാമയിൽ നിന്നുള്ള ഒരു വ്യക്തി വ്യാജരേഖകൾ ചമച്ച് തന്നെ ഈ കാർ എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ബാക്കി നടപടിക്രമങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ തന്നെ ഈ ഘട്ടത്തിൽ പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ റിപ്പോർട്ടുകൾ കൂടുതൽ വിവരങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ഞെട്ടൽ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ. കാരണം അത്രയും സുരക്ഷയുള്ള ഒരു പ്രദേശമാണ് ഈ റെഡ് ഫോർട്ട് മേഖല. കൃത്യമായി, അതായത് സാധാരണഗതിയിലൂടെ മാർക്കറ്റിലേക്ക് വരുന്ന ആളുകൾ പോലും മെറ്റൽ ഡിറ്റക്ടർ കടന്നാണ് അകത്തേക്ക് പോകുന്നത്. ഒപ്പം തന്നെ റെഡ് ഫോർട്ടിന്റെ അകത്തേക്ക് പോകുന്ന ആളുകളാണെങ്കിൽ CRPFന്റെ അടക്കം സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ മറികടന്ന് വേണം പോകാൻ. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് മാത്രമല്ല, സാധാരണഗതിയിൽ ഇത്തരം കാറുകൾ വരുമ്പോൾ അല്ലെങ്കിൽ വാഹനങ്ങൾ വരുന്ന വാഹനങ്ങളൊക്കെ തന്നെ ഇവിടെ കൃത്യമായി പരിശോധനകൾ നടക്കാറുണ്ട്. അല്ലെങ്കിൽ അതെല്ലാം തന്നെ നിരീക്ഷിച്ച് തന്നെയാണ് പോകുന്നത്. അത്തരമൊരു നിരീക്ഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ പാകപ്പിഴ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് പരിശോധിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇത്തരം ഒരു സാഹചര്യം, അതായത് ഈ വാഹനം ഇവിടെ വന്ന ശേഷം പൊട്ടിത്തെറിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകണമെങ്കിൽ പോലും നേരത്തെ ഇതിനുള്ള കൃത്യമായ ആസൂത്രണം, പദ്ധതികളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ടാകണം. ആ പദ്ധതികൾ സംബന്ധിച്ചാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടത്. അത്തരം കാര്യങ്ങൾ കൂടി ഒരു വ്യക്തത വരേണ്ടതാണ്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് പ്രധാനമായും പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ ഘട്ടത്തിൽ അന്വേഷിക്കുന്നതെന്ന് പറയുന്നത് ഫരീദാബാദിൽ പിടികൂടിയ ആളുകൾ, ഡോക്ടർമാരടങ്ങുന്ന തീവ്രവാദ സംവിധാനങ്ങളുമായി ബന്ധമുള്ള, ജെയ്ഷ് ഇ മുഹമ്മദുമായൊക്കെ തന്നെ ബന്ധമുള്ള ആളുകളുണ്ട്. അവരുടെയൊക്കെ തന്നെ അവരുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അന്വേഷണം പോകുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ കൂടുതൽ വ്യക്തത വരും എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. കാരണം 360 കിലോ അമോണിയം നൈട്രേറ്റ് ആണ് ഫരീദാബാദിൽ നിന്ന് തിങ്കളാഴ്ച രാവിലെ പിടികൂടിയത്. ആ ഒരു സാഹചര്യത്തിൽ അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. മാത്രമല്ല ഇതിനുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ, അതുമായി അത്തരത്തിൽ ഈ ഫരീദാബാദിലെ സംഭവം മാത്രമല്ല, അതിനു മുൻപേ തന്നെ മൊത്തത്തിൽ ആയുധശേഖരം അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത് 3000 കിലോയ്ക്ക് അടുത്താണ്. അതുകൊണ്ട് ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ഈ ഫരീദാബാദുമായി ബന്ധപ്പെട്ട് ഉണ്ടായ നീക്കങ്ങൾക്ക് ഈ ഇപ്പോഴുണ്ടായ സ്ഫോടനവുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഈ ഘട്ടത്തിൽ പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പ്രശാന്ത്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 8 പേർ മരിച്ചു എന്ന ഔദ്യോഗിക സ്ഥിരീകരണം വന്നതുകൊണ്ട് തന്നെ ഇവർ ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ എത്തിയിട്ടുണ്ട്. ഒപ്പം ഈ കാറിൽ ഈ ഒമർ ഖാലിദ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒമർ ഖാലിദ് ഉണ്ട്, രാജ്യം അന്വേഷിക്കുന്ന ഭീകരവാദി ഉണ്ട്, അയാളുടെയും DNA അടക്കം പരിശോധിക്കുന്നു എന്നുള്ള ചില ദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് വരുന്നുണ്ടല്ലോ.
പ്രശാന്ത്, കേൾക്കാം എന്ന് കരുതുന്നു. രാജ്യം നടുക്കിയ ഡൽഹി സ്ഫോടനത്തിൽ 8 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. 30-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ ഉള്ളത്. ഒപ്പം അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ജെയ്ഷെ ഭീകരരടക്കം അവർക്കിതിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കൃത്യമായ അന്വേഷണമാണ് നടക്കുന്നത്. ഒപ്പം ആഭ്യന്തരമന്ത്രി ഇന്ന് ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ഈ യോഗത്തിലാണ് ഇനി ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കുക. പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റവരെയൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. US UK അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നതിനൊരു യാത്രാ നിയന്ത്രണം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അത്രയേറെ വലിയൊരു അപകടമാണ്, അല്ലെങ്കിൽ അത്രയേറെ വലിയൊരു ഭീകരാക്രമണമാണ് രാജ്യ തലസ്ഥാനത്തുണ്ടായിരുന്നത്. പ്രശാന്ത്, കേൾക്കാമെന്ന് കരുതുന്നു. ഈ മരിച്ചവരെ കുറിച്ചുള്ള വിശദാംശങ്ങൾ, അതായത് ഇവർ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ടോ? ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒമർ മുഹമ്മദ് എന്നുള്ള ഒരു ആളെക്കുറിച്ച്, അതായത് ഒരു ഭീകരനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. DNA അടക്കം അയാളും മരിച്ച കൂട്ടത്തിലുണ്ട് എന്നുള്ള ചില വിവരങ്ങളൊക്കെ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ടല്ലോ. അഖില, ഇത് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രി വൈകിയെന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഈ വാഹനത്തിലുണ്ടായിരുന്നത് 3 പേരാണ് എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഡൽഹി പോലീസ് തന്നെ വ്യക്തമാക്കുന്നത് ഒരാളാണ് ഈ വാഹനം കൊണ്ടുവന്നത് എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ചാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതൊരു ചാവേർ ആക്രമണ സാധ്യതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ആൾ ഇതിനുമായി ബന്ധപ്പെട്ട കൃത്യമായി ആസൂത്രണം നടത്തിയ ആളാണ് എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കൂടുതൽ വിവരങ്ങൾ ഈ വരുന്ന മണിക്കൂറുകളിൽ തന്നെ അന്വേഷണ ഏജൻസികളാണ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകേണ്ടത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് രാവിലെ നടക്കുന്ന ഉന്നതതല യോഗത്തിന് ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അല്ലെങ്കിൽ ഒരു നിലപാടിലേക്ക് ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾ കടക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന നേരത്തെ ഈ ഭാഗം ഇത്തരത്തിൽ മറച്ചായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി വൈകി ഈ ഭാഗങ്ങൾ പൂർണ്ണമായും മറച്ച് ഇവിടത്തേക്കുള്ള ദൃശ്യങ്ങൾ പുറത്തു പോകാതിരിക്കാനും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ നീക്കങ്ങൾ നടത്തുന്ന അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധന ഫോറൻസിക്കിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ ഇവിടേക്ക് എത്തി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒരു പ്രാഥമികമായി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഏതായാലും ഒരാൾ എത്തി എന്നുള്ളത്, അതായത് ഈ വാഹനത്തിലുണ്ടായിരുന്നത് ഒരാളാണെന്ന തരത്തിൽ ഒരു സ്ഥിരീകരണം ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനു മുൻപ് അതായത് ഈ ഒരാഴ്ച മുന്നേ തന്നെയാണ് മറ്റു ചില കേന്ദ്രങ്ങൾ ഭോപ്പാലിൽ നടക്കം ചില ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ചില ആളുകളെ പ്രത്യേക അന്വേഷണ സംഘം ATS അടക്കം കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. അതിൽ തന്നെ അവരെ ചോദ്യം ചെയ്ത് നിന്ന് അല്ലെങ്കിൽ അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളടക്കം പരിശോധിക്കുമ്പോൾ അവർ ചാവേറാകാൻ പരിശീലനം ലഭിച്ചവരാണെന്ന തരത്തിലുള്ള സ്ഥിരീകരണങ്ങളൊക്കെ തന്നെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു ജാഗ്രത രാജ്യതലസ്ഥാനത്തെ വിവിധ മേഖലകളിൽ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായി ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കാൻ തീരുമാനിച്ചത്. നേരത്തെ സൂചിപ്പിച്ച പോലെ താരീഖ് ഈ കാർ വാങ്ങിയെന്ന് പറയുന്നു. കാർ വാങ്ങിയത് മാത്രമല്ല, ഇത്രയധികം സമയം ഒരു കാർ ഈ സ്ഫോടക വസ്തുക്കളുമായി ഇവിടെ എങ്ങനെ വന്നു എന്നതാണ് ചോദ്യം ഉയർന്നത്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് അതിന്റെ നടപടികളാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വലിയ ജനത്തിരക്കുള്ള ഒരു സ്ഥലമാണ് ഈ ചാന്ദിനി ചൗക്ക് മാർക്കറ്റും പ്രദേശങ്ങളും. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആളുകൾ ഇവിടേക്ക് എത്തി, അവരൊക്കെ ഏത് പ്രദേശങ്ങളിലുള്ളതാണ് എന്ന് അങ്ങനെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയുന്ന ഒരു സ്ഥലമല്ല. ആ ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ദൃക്സാക്ഷികൾ തന്നെ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ അപകടത്തിൽ മരിച്ച ആളുകളുടെ മൃതദേഹങ്ങൾ പലതും ചിന്നിച്ചിതറിയ അവസ്ഥയിലൊക്കെ തന്നെയാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇവരെ തിരിച്ചറിയുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല, വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദേശികളടക്കം വരുന്ന ഒരു സ്ഥലമാണ് റെഡ് ഫോർട്ടും ഈ ചാന്ദിനി ചൗക്ക് മാർക്കറ്റും പരിസരങ്ങളും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സ്ഥലത്തിൽ കൂടുതൽ വിവരങ്ങൾ ഈ വരുന്ന മണിക്കൂറുകളിൽ കാണാതായവരെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വന്നാൽ മാത്രമാണ് ഇവരെ തിരിച്ചറിയാൻ കഴിയുന്ന നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. പ്രത്യേകിച്ച് കച്ചവടക്കാരുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് രീതിയിൽ ഇവിടെ ജീവിക്കുന്ന വിഭാഗങ്ങളൊക്കെ തന്നെയുണ്ട്. അങ്ങനെ നിരവധി ആളുകളെ ഉൾക്കൊള്ളുന്നതാണ്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ വിനോദസഞ്ചാരികളായി ആളുകൾ വരുന്നു, റിക്ഷക്കാരുണ്ട്. ഈ
അപകടത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഈ സ്ഫോടനത്തിൽ തകർന്ന് കത്തിപ്പോയിൽ റിക്ഷകളൊക്കെ തന്നെയുണ്ട്. ഈ റിക്ഷകളൊക്കെ തന്നെ ഓടിക്കുന്നത് ഡൽഹിക്കാരും മാത്രമല്ല ബീഹാർ സ്വദേശികളുണ്ട്. അവരൊക്കെ തന്നെ ഈ റിക്ഷകൾ തന്നെ ഇവിടെ ഉപജീവനം നടത്തി ഇവിടെ തന്നെ റിക്ഷയിലും ഈ പാതയോരങ്ങളിലൊക്കെ തന്നെ കിടന്നുറങ്ങി രാവിലെ വീണ്ടും റിക്ഷയുമായി ഇറങ്ങുന്ന ആളുകളാണ്. സ്വാഭാവികമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്ത് എപ്പോഴും വലിയ സുരക്ഷാ മേഖലയിലാണ് ഈ പ്രശ്നമുണ്ടായത്. ഈ കഴിഞ്ഞ ഒരു കുറേ കാലങ്ങളായി നമ്മൾ ഈ ഒരുപാട് ബോംബ് ഭീഷണികൾ രാജ്യ തലസ്ഥാനത്തെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ട്, സ്കൂളുകളിൽ അതോടൊപ്പം തന്നെ RBIയിലൊക്കെ. പക്ഷെ അങ്ങനെ അത്തരം ബോംബ് ഭീഷണികളൊക്കെ വന്നിരുന്നു, അതൊക്കെ വ്യാജമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഈ പരിശോധനയിൽ എവിടെയെങ്കിലും ഒരു പാളിച്ച വന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? ഇത്തരത്തിലൊരു വലിയ അപകടം അതുപോലെ തന്ത്രപ്രധാന മേഖലയിൽ ഉണ്ടാകുമ്പോൾ അഖില, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. എവിടെയാണ് ഇതിൻ്റെ അകത്ത്, അതായത് ഇത് ഏതെങ്കിലും തരത്തിലൊരു ഭീകരവാദ സംഘടനയുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നാൽ എവിടെയാണ് വീഴ്ച എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് കാര്യങ്ങൾ വരും. സ്വാഭാവികമായും നമുക്കറിയാം, പുൽവാമ ആക്രമണം ഉണ്ടാകുന്നു, അതിന് തിരിച്ചടിയൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ അതേസമയം തന്നെ അവിടെ ഉണ്ടായ സുരക്ഷാ വീഴ്ച, സാധാരണ ജനങ്ങൾ ഇരിക്കുന്ന പാർക്കിലും പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ഉള്ള സ്ഥലത്തേക്കാണ് ഭീകരവാദികൾ നുഴഞ്ഞു കയറുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു സുരക്ഷാ വീഴ്ച രാജ്യം ആകെ തന്നെ ചർച്ച ചെയ്താണ്. അതിന് തിരിച്ചടി നൽകി കൃത്യമായി രാജ്യം അതിന്റെ അന്തസ് ഉയർത്തിപ്പിടിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട വസ്തുത തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ ഈ പറയുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ ചോദ്യചിഹ്നമായി മുന്നിലുണ്ട്. അതേ സാഹചര്യം തന്നെ ഇനിയിപ്പോൾ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം ഈ വാഹനം നേരത്തെ സൂചിപ്പിച്ച പോലെ 3:19 മുതൽ 6:48 വരെ പാർക്കിംഗ് പ്രദേശത്ത് ഈ വാഹനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഈ റെഡ് ഫോർട്ടിനെ സംബന്ധിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ഇവിടെ ഒരു വാഹനം അസാധാരണമായി നിർത്തിയിട്ട് സമയങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഉണ്ടാവും. എന്താണ് ഇവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയും അധികം സമയം ഈ വാഹനം നിർത്തിയിടുന്നു എന്നുള്ളതാണ് പ്രധാനമായും അവർ അന്വേഷിക്കുക. പക്ഷേ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരേണ്ടതാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു സ്വാഭാവികമായ പൊട്ടിത്തെറി എന്നതിനപ്പുറത്തേക്ക് ആസൂത്രിതമായ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാകണം. മാത്രമല്ല ഭീകരവാദ സംഘടനകളുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കൂടുതലായി ലഭ്യമാകണം. അതിനൊക്കെ ശേഷം മാത്രമായിരിക്കും ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുക. ഏതായാലും താരിഖ് പോലീസിന്റെ കസ്റ്റഡിയിലാകുന്ന തരത്തിൽ ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഈ താരിഖിനെ ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഈ അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായ ഡോക്ടർമാരിൽ നിന്ന് ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ATS-നൊക്കെ തന്നെ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് താരിഖിലേക്ക് കാര്യങ്ങൾ എത്തിയതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഇതിന്റെ തുടർ നീക്കങ്ങളെല്ലാം തന്നെ ഏറ്റവും നിർണായകമാണ്. നിലവിൽ ഈ UAP അടക്കം നിലവിലുള്ള മറ്റു വകുപ്പുകളെല്ലാം തന്നെ ചുമത്തിയിട്ടുണ്ട്. എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ അന്വേഷണം പോകുന്നുണ്ട്. പ്രത്യേകിച്ച് NSTയുടെ പ്രത്യേക സംഘം ഈ അന്വേഷണത്തിന്റെ ചുമതലയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അന്വേഷണം ഡൽഹി ക്രൈംബ്രാഞ്ചിനാണ് എങ്കിൽ പോലും ദേശീയ അന്വേഷണ ഏജൻസിയും ഒപ്പം തന്നെ NSTയും എല്ലാം തന്നെ ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നേരത്തെ അഖില സൂചിപ്പിച്ച പോലെ അത്രയും തന്ത്രപ്രധാനമായ മേഖലയാണ് റെഡ് ഫോർട്ട്. പ്രധാനമന്ത്രി പതാക ഉയർത്തുന്ന സ്ഥലമാണ്. അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടത് ഈ അത്രയും അത് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി എത്തുന്ന സമയത്ത് മാത്രമല്ല സുരക്ഷയുള്ളത്, ആ പ്രദേശങ്ങളിലേക്ക് കടക്കണമെങ്കിൽ. ശരി പ്രശാന്ത്, ഏറ്റവും രാജ്യത്തിന്റെ തന്ത്രപ്രധാന മേഖലയിൽ ഒരു സ്ഫോടനം ഉണ്ടാകുന്നു, 8 പേർ മരിക്കുന്നു, ഒപ്പം നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു. അന്വേഷണം ഭീകരാക്രമണത്തിലേക്കാണ് പോകുന്നത്. അത്തരത്തിൽ ഭീകരാക്രമണമാണെങ്കിൽ അന്വേഷണം ഇനി മറ്റ് ഏജൻസികൾ, ഇപ്പോൾ തന്നെ പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയൊക്കെ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ഏതായാലും സത്യാവസ്ഥ പുറത്തു വരണം. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരൊക്കെ പിടിയിലാകണം. അന്വേഷണം ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് പിന്നാലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ തിരക്കിട്ട ചർച്ചകളാണ് മുന്നണികൾ നടത്തുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ഏകദേശം എല്ലാം ധാരണയായി. കൊച്ചി കോർപ്പറേഷനിലെ ആദ്യഘട്ട പട്ടിക കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിക്കും. CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക നാളെയാണ് ഉണ്ടാവുക. രജിത് കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രജിത്, എങ്ങനെയും വിജയിക്കുക എന്നുള്ളതാണ് മുന്നണികളെ സംബന്ധിച്ച് പ്രധാനം. അരയും തലയും മുറുക്കി ഇറങ്ങുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് വളരെ പ്രമുഖരെയൊക്കെ അണിനിരത്തിക്കൊണ്ട് ഒരു നേട്ടമുണ്ടാക്കാനുള്ള നീക്കങ്ങളാണല്ലോ. എങ്ങനെയാണ് ഇന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുവാണല്ലോ കൊച്ചി കോർപ്പറേഷന്റെ വിശദാംശങ്ങൾ? തീർച്ചയായും സംസ്ഥാനത്താകെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ മുന്നണികളെല്ലാവരും തന്നെ മത്സര രംഗത്തേക്ക് അല്ലെങ്കിൽ പ്രചാരണ രംഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ മുതൽ തന്നെ തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ആദ്യം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. എന്നാൽ ഏറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസം LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ 94 സീറ്റുകളിൽ അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത് തന്നെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ 101 വാർഡുകളാണ് തിരുവനന്തപുരത്തുള്ളത്. അതുകൊണ്ട്
93 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് LDF പ്രചരണത്തിൽ അവർ താമസിച്ചു പോയെങ്കിൽ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനത്തിൽ ഏറ്റവും മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ 67 സീറ്റുകളിലാണ് BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച. ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കോൺഗ്രസും ഇതുവരെയും അത്രയും സ്ഥാനാർത്ഥികളെ ഇതുവരെയും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. UDFന്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ പോലും ഘടകകക്ഷികൾ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നുണ്ട്, അപ്പോൾ തീരുമാനങ്ങളിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ LDF തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥികളെ കൂടുതലായി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണ രംഗത്ത് വളരെ താമസിച്ചാണ് എത്തിയതെങ്കിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യമുള്ളത്, പ്രചാരണ പരിപാടികളിൽ സജീവമായി തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ മുതൽ തന്നെ കോൺഗ്രസ് പ്രചരണ പരിപാടിയുമായി രംഗത്തേക്കെത്തി ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. അതേസമയത്ത് തന്നെ BJP പ്രമുഖരായിട്ടുള്ള ആളുകളെ അടക്കം സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രചരണ പരിപാടികളിൽ സജീവമായി മുന്നോട്ട് പോകുന്നത്. ഇന്ന് BJPയുടെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രമുഖയായിട്ടുള്ള DGP R ശ്രീലേഖയുടെ പ്രചരണ പരിപാടികൾ ശാസ്തമംഗലത്ത് ഇന്ന് തുടക്കമാവുകയാണ്. ഒപ്പം തന്നെ പ്രചരണ പരിപാടികൾ മറ്റ് സ്ഥലങ്ങളിലും ഇതിനോടകം തന്നെ ആരംഭിച്ചു. ചുവരെഴുത്തുകളടക്കം പല സ്ഥലങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വാഹന പ്രചരണ പരിപാടികളടക്കം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെയുള്ളത്. ഇനി ഒരു മാസം മാത്രമാണ് തെരഞ്ഞെടുപ്പിലേക്ക് അവശേഷിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ ചിട്ടയോടുകൂടിയുള്ള പ്രചരണ പരിപാടികൾക്കാണ് ഓരോരുത്തരും ലക്ഷ്യം വെക്കുന്നത്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമുണ്ടാകും. 2 ദിവസത്തിനകം എല്ലാവരും തന്നെ, എല്ലാ മുന്നണികളും തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾക്കാണ് തിരുവനന്തപുരത്ത് നേതൃത്വം നൽകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയിലും സ്ഥാനാർത്ഥി പട്ടികകൾ ആയിട്ടുണ്ട്. സ്ഥാനാർത്ഥി പട്ടികകൾ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് തന്നെ നമുക്ക് 74 വാർഡുകളിലാണ് കൊച്ചിയിൽ കോർപ്പറേഷനിൽ മത്സരിക്കുന്നത്. അവിടെ ഇത്രയും സ്ഥാനാർത്ഥികൾ ഇന്ന് നേരത്തെ നമുക്കറിയാം പല മുന്നണികളും സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട ലിസ്റ്റുകൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ആദ്യഘട്ട ലിസ്റ്റ് എന്ന നിലയിൽ സ്ഥാനാർത്ഥികളെ നമുക്ക് അവിടെയും പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും വീറും വാശിയോടും കൂടിയുള്ള പ്രചരണ പരിപാടികൾക്ക് സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ മുന്നണികളും രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. മറ്റ് ഘടകകക്ഷികളായിട്ടുള്ള ആളുകളൊക്കെയും തന്നെ കൂടുതൽ അവരുടെ സ്ഥാനാർത്ഥികളെ കൂടി തയ്യാറാക്കിക്കൊണ്ട് 2 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രചരണ പരിപാടികൾ ഏറെ സജീവമായി തന്നെ മുന്നോട്ട് വരും. കൊല്ലം കോർപ്പറേഷനിൽ കോൺഗ്രസ് 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ നിയമ വിദ്യാർത്ഥിനിയും 21 വയസ്സുകാരിയുമായ ജയലക്ഷ്മിയും മത്സരിക്കുന്നുണ്ട്. കോർപ്പറേഷനിലെ 43ാം ഡിവിഷനായ മുണ്ടയ്ക്കലാണ് ജയലക്ഷ്മി കന്നി അംഗത്തിന് ഇറങ്ങുന്നത്. കൊല്ലം SN ലോ കോളേജിലെ യൂണിറ്റ് ജനറൽ സെക്രട്ടറിക്ക് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുമ്പോൾ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്. ജയലക്ഷ്മി, ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം മനസ്സിൽ തോന്നിയത് എന്തായിരുന്നു? സന്തോഷമുണ്ട്. സന്തോഷത്തോടൊപ്പം തന്നെ ഒരു വലിയൊരു പോസ്റ്റാണ് എനിക്ക് പാർട്ടി തന്നിരിക്കുന്നത്. അത് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്ത് തീർക്കണം. എനിക്ക് മുമ്പ് ചെയ്തിരുന്ന കൗൺസിലർ ചെയ്തിരുന്ന കാര്യങ്ങൾ പിന്തുടർന്ന് എനിക്ക് പോകണം. ഭരണ തുടർച്ച ഉണ്ടാവണം. അതാണ് എൻ്റെ ആഗ്രഹം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പ്രവർത്തിച്ചു വന്ന ആ ഒരു പ്രവൃത്തി പരിചയം അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയായിരുന്നു അത്? ഞാൻ SN ലോ കോളേജിലാണ് SN ലീഗൽ സ്റ്റഡീസിലാണ് പഠിക്കുന്നത്. കൊല്ലത്ത് ഇപ്പോൾ 4th ഇയർ ആണ്. അപ്പോൾ ഞാൻ KSUവിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. 2024 കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതോടൊപ്പം തന്നെ KSU യൂണിറ്റ് പ്രസിഡൻ്റ് ആയിരുന്നു. KSUവിൻ്റെ ഒരു പിന്തുണയും ഒരു രാഷ്ട്രീയ പരിചയം എല്ലാം KSUവിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ UDFൻ്റെയും എല്ലാവരുടെയും പിന്തുണയും സഹായവുമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. ആ ഒരു രാഷ്ട്രീയ ബോധം ഈ സമൂഹത്തിൽ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. അപ്പോൾ എനിക്കിതിലെ മുക്കും മൂലയെ അറിഞ്ഞ് എനിക്ക് ഓരോരുത്തർ ഇവിടുത്തെ കുറവും എല്ലാവരും പറഞ്ഞ് എനിക്ക് നല്ലതുപോലെ അറിയാം. അതെല്ലായിടത്തും എത്തിച്ചേർന്ന് എനിക്കത് മാറ്റം കൊണ്ടുവരാൻ പറ്റും. യുവാക്കളെയാണ് കൂടുതലായിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ യുവാക്കളുടെ ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് അത് രാഷ്ട്രീയത്തിനൊരു പുത്തൻ ഉണർവ് തന്നെയാണ് അല്ലേ? അതെ. രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ യുവജനങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് പാർട്ടി അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചു. യുവജനങ്ങൾ ഉറപ്പായിട്ടും മാറ്റം കൊണ്ടുവരും. ഒരു നാടിൻ്റെ ഒരു അവസ്ഥയിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യുവജനങ്ങൾക്ക് ഉറപ്പായിട്ട് സാധിക്കും. ഇപ്പോൾ തന്നെ മനസ്സിൽ കണ്ടേ കാണും, അതായത് ഞാൻ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ മാറ്റം വരുത്തേണ്ടതായ ചില കാര്യങ്ങൾ അത്തരത്തിൽ മുന്നിൽ കണ്ടുകൊണ്ട് ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതെന്തൊക്കെയാണ്? ഈ കൊല്ലം കോർപ്പറേഷനിൽ ഏറ്റവും വലിയ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. അതായത് ഞാങ്കടവ് കുടിവെള്ള പദ്ധതി വഴിയാണ് ഈ കുടിവെള്ള പ്രശ്നം എല്ലായിടത്തും എത്തിക്കുന്നത്. അതായത് കോർപ്പറേഷൻ പരിധികളിലെല്ലാം ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഒരു കുടിവെള്ള സംവിധാനം എത്തിക്കുന്നത്. അതിനൊരു മാറ്റം കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. അതേപോലെ തന്നെ 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാലിന്യ പ്രശ്നമാണ്. അതീവ രൂക്ഷമായ മാലിന്യ പ്രശ്നം. കുട്ടികളുടെ പാമ്പറുകൾ ഒരു സംസ്കരിക്കാനുള്ള ഒരു പ്ലാന്റ് ഈ കൊല്ലം ഡിവിഷനില്ല. കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽ അങ്ങനെ ഒരു പ്ലാന്റ് ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ ഉറപ്പായിട്ട് ശ്രമിക്കും. അതേപോലെ ഒപ്പം തന്നെ തീരദേശ റോഡ്
റോഡ് ഹാർബറാണ് കോൺട്രാക്റ്റിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റോഡിൻ്റെ വികസനം ഉറപ്പായിട്ടും മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ മുന്നണി മാറലും പാർട്ടി മാറലും ഒക്കെ വളരെ ഒരു സാധാരണയായി നടക്കുന്ന ഒരു സംഭവമാണ്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള അവഗണനയെ തുടർന്ന് കോട്ടയം ഏറ്റുമാനൂരിൽ നിന്നുള്ള മുൻ ജനപ്രതിനിധി പാർട്ടി വിട്ട് കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്നു. ഏറ്റുമാനൂർ ഗ്രാമപഞ്ചായത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2020 ഇത്തവണയും തനിക്ക് സീറ്റ് കിട്ടാതിരിക്കാൻ കോൺഗ്രസിലെ ചിലർ പ്രവർത്തിച്ചു എന്നാണ് സൂസന്റെ ആരോപണം. ഇത്തവണ ഏറ്റുമാനൂർ നഗരസഭ 23-ാം വാർഡായ അടിച്ചിറയിൽ നിന്നും കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് സൂസൻ തോമസ് വ്യക്തമാക്കി. കോട്ടയത്ത് സീറ്റ് ചർച്ചകൾ തുടരുകയാണ്. ത്രിതല പഞ്ചായത്തുകളിലേക്കും നഗരസഭകളിലേക്കുമുള്ള UDFന്റെ അന്തിമ സീറ്റ് വിഭജന ചർച്ചകൾ ഇന്ന് നടക്കും. ജില്ലാ പഞ്ചായത്തിലേക്ക് ലീഗ് സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടായേക്കും. നിലവിൽ 23-അംഗ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് കോൺഗ്രസ് 15, കേരള കോൺഗ്രസ് 8 എന്നിങ്ങനെ മത്സരിക്കാനായിരുന്നു പ്രാഥമിക ധാരണ. ലീഗിന് സീറ്റ് നൽകേണ്ടി വന്നാൽ കോൺഗ്രസിന് ഒരു സീറ്റ് കുറയും. സംവരണ സീറ്റായ വെള്ളൂർ കോൺഗ്രസിന് നൽകി മറ്റൊരു സീറ്റ് വേണമെന്ന ആവശ്യം കേരള കോൺഗ്രസും മുന്നോട്ട് വച്ചിട്ടുണ്ട്. LDFൽ ജില്ലാ പഞ്ചായത്തിലേക്ക് കേരള കോൺഗ്രസ് M 10, CPM 9, CPI 4 എന്നിങ്ങനെയാണ് സീറ്റ് ധാരണ. ഇതിൽ അയർക്കുന്നം ഡിവിഷനിൽ പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം CPM ഉന്നയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. NDAയിൽ BJPയും BDJSും തമ്മിലുള്ള സീറ്റ് ചർച്ചകളും അവസാന ഘട്ടത്തിലാണ്. കോഴിക്കോടും തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരുമുറുകുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള 22 സ്ഥാനാർത്ഥികളെ UDF ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചു. LDFൽ ഘടകകക്ഷികളുമായുള്ള ചർച്ച ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. പ്രഖ്യാപനം 12-ന് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. NDA സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെല്ലാം കോഴിക്കോട് LDFന് ശക്തമായ മുന്നേറ്റമാണ് ഉണ്ടായത്. 42 ഗ്രാമപഞ്ചായത്തുകളിൽ LDF ആണ് ഭരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൽ 10 LDF ആണ്. കോർപ്പറേഷനിലും ശക്തമായ ആധിപത്യം LDFന് ഉണ്ട്. ഇത് തകർക്കുക എന്നതാണ് UDFന്റെ വെല്ലുവിളി. തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും പ്രചാരണത്തിന്റെ ഭാഗമായി കൊടികളും തോരണങ്ങളും വിൽക്കുന്ന കടകളും സജീവമാവുകയാണ്. കാണാം അത്തരത്തിലൊന്ന്. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലെത്തി നിൽക്കുമ്പോൾ ഇവർക്കിത് കച്ചവടത്തിന്റെ ഉത്സവകാലം കൂടിയാണ്. വിൽപ്പനയിൽ ഇവർക്ക് രാഷ്ട്രീയ ഭേദമില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കൊടിതോരണങ്ങൾ ഏറ്റവും വലിയ അലങ്കാരമാണ്. പ്രചാരണങ്ങളിൽ ഇപ്രാവശ്യം പുതിയൊരു ഐറ്റവുമുണ്ട്. ബാഡ്ജിന്റെ വലിയൊരു രൂപമാണിത്. 1.5 അടിയോളം വലിപ്പമുള്ള ഇവ മുൻനിര പാർട്ടികൾക്കെല്ലാം വിപണിയിൽ ലഭ്യമാണ്. തമ്പാനൂർ SS കോവിൽ റോഡിൽ പാർട്ടികൾക്കായുള്ള കൊടികളും തോരണങ്ങളും ഒരുക്കുകയാണ് സുലൈമാൻ. 15 വർഷം മുമ്പ് ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണ് ഇദ്ദേഹം ആദ്യമായി ഇവിടെ വിൽപ്പന തുടങ്ങിയത്. അന്നു മുതൽ ഇന്നുവരെ അത് സജീവമായി തുടരുന്നു. ഞാൻ 30 വർഷം മുമ്പ് കട തുടങ്ങിയതാണ്. സ്ഥാപനത്തിൻ്റെ പേര് സ്ക്രീൻ പോയിന്റ് എന്നാണ്. പക്ഷേ ജനങ്ങളെല്ലാം പറഞ്ഞപ്പോൾ കൊടിക്കട എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇപ്പോൾ എല്ലാവർക്കും കൊടിക്കട എന്ന് പറഞ്ഞാൽ മാത്രമേ അത് പെട്ടെന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. സ്ക്രീൻ പോയിന്റ് എന്നുള്ള പേര് മാഞ്ഞു വരികയാണ് ഇപ്പോൾ. സ്വന്തമായി ഒരു രാഷ്ട്രീയ ചായ്വ ഉണ്ടെങ്കിലും അത് കച്ചവടത്തെയോ വാങ്ങിക്കാൻ വരുന്നവരുടെ സമീപനത്തെയോ ബാധിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. ചായ്വ ഞങ്ങൾ പുറത്ത് കാണിക്കത്തില്ല. ഞങ്ങൾക്ക് എല്ലാ മനുഷ്യർക്കും ഒരു രാഷ്ട്രീയം ഉണ്ടായിരിക്കും, പക്ഷെ അവരാരും പുറത്ത് കാണിക്കത്തില്ല. ജനാധിപത്യ രാഷ്ട്രമാകുമ്പം അങ്ങനെയാണല്ലോ. കച്ചവടം ചെയ്യുമ്പോൾ എല്ലാ പാർട്ടികളുടെയും എല്ലാ ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ ചെയ്യും. അത്രയാണ്. രാഷ്ട്രീയം ഇലക്ഷൻ ആവശ്യമുള്ള സാധനങ്ങൾ ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. പാർട്ടി ചിഹ്നമുള്ള സാരികൾ, ടീഷർട്ടുകൾ, കുട എന്നിവയും പ്രധാന ആകർഷണമാണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാലുടൻ കച്ചവടം ഇരട്ടിയാകുമെന്ന് തന്നെയാണ് സുലൈമാന്റെ പ്രതീക്ഷ. ക്യാമറമാൻ സലിനൊപ്പം സനീറ്റ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം SATയിലെ യുവതിയുടെ മരണത്തിൽ വിദഗ്ധ സമിതി ഇന്ന് അന്വേഷണം തുടങ്ങും. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സംഗീതയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. വെള്ളിയാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ DME നിർദ്ദേശിച്ചിട്ടുണ്ട്. രജിത് കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രജിത്, സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ച് ചികിത്സാ പിഴവ് ആരോപണം വളരെ കൂടുതലായി വരികയാണ്. അതിൽ ഏറ്റവും ഒടുവിലെത്തിയതാണ് തിരുവനന്തപുരം SAT ആശുപത്രിയിലെ ഈ പെൺകുട്ടിയുടെ മരണം. പ്രസവത്തെ തുടർന്ന് അഡ്മിറ്റ് ആവുകയും പിന്നീട് അണുബാധയെ തുടർന്ന് മരിക്കുകയും ചെയ്യുന്ന ഈ സംഭവം. ഇപ്പോൾ ഈ അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണം തുടങ്ങാൻ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പുറത്തു വരിക?
കരിക്കകം സ്വദേശി ശിവപ്രിയയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് ആരോഗ്യ വകുപ്പ് മന്ത്രി. അതിന്റെ ഭാഗമായുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി 4 അംഗ വിദഗ്ധ സമിതിയെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ സംഗീത മേനോനാണ് സമിതിയുടെ അധ്യക്ഷയായിട്ട് വരുന്നത്. ഒപ്പം തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ക്രിട്ടിക്കൽ വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ ലതയും സർജറി വിഭാഗം മേധാവിയായിട്ടുള്ള NS സജികുമാറും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസസ് വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ ജൂബി ജോൺ, ഈ 4 പേരാണ് ഈ സമിതിയിലുള്ളത്. ഇവർ വെള്ളിയാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് നിർദ്ദേശം. ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേരത്തെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമിതിയെ രൂപീകരിക്കാൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോഴാണ് സമിതിയെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും ഗുരുതരമായ ഒരു ചികിത്സാ പിഴവ് ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഈ ശിവപ്രിയയുടെ കുടുംബം ആരോപിക്കുന്നത്. കാരണം ഇത്തരത്തിൽ അണുബാധ ഉണ്ടായത് തങ്ങളുടെ വീട്ടിൽ നിന്നല്ല എന്ന കാര്യം അവർ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. കാരണം 22-ാം തീയതിയാണ് ശിവപ്രിയ SIT ആശുപത്രിയിൽ ഇതുപോലെ പ്രസവിക്കുകയും തുടർന്ന് 24-ാം തീയതി ഡിസ്ചാർജ് ആവുകയും ചെയ്യുകയായിരുന്നു. വീട്ടിലെത്തിയതിനു ശേഷം കടുത്ത പനി ഉണ്ടാവുകയും തുടർന്ന് തിരികെ ആശുപത്രിയിലേക്ക് 26-ാം തീയതി ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. തുടർന്ന് 2 ദിവസം ICUവിൽ ആയിരുന്നു അവർ. അതിനുശേഷമാണ് അവരെ ഈ കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ICU കഴിഞ്ഞിട്ട് വെന്റിലേറ്ററിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വെന്റിലേറ്ററിൽ മാറ്റിയ ഒരാഴ്ചയോളം വെന്റിലേറ്ററിൽ തുടരുകയും ചെയ്തു. ഇത് ആശുപത്രിയിൽ നിന്ന് തന്നെയുള്ള അണുബാധയാണ് എന്നാണ് കുടുംബം പറയുന്നത്. മറ്റു തരത്തിലുള്ള ഒരു കാര്യമെല്ലാം അവർ തള്ളുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുടുംബം നിയമപരമായ നടപടിക്ക് കടക്കുന്നു എന്നാണ് അവർ പറയുന്നത്. കാരണം ഡോക്ടർമാരുടെ കയ്യിലുള്ള പിഴവ് തന്നെയാണ് ശിവപ്രിയയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി അടക്കം നൽകി നിയമപരമായി ഡോക്ടർമാർക്കെതിരെ നിയമപരമായ നടപടിയിലേക്ക് പോകാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അതേ സമയത്ത് തന്നെ ഇത്തരമൊരു വീഴ്ച ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത മുഴുവൻ അവിടെയുള്ള ഡോക്ടർമാർ നേരത്തെ തന്നെ തള്ളുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ വിശദീകരണം അടക്കം നമ്മൾ കണ്ടിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നും ഒപ്പം തന്നെ ഡിസ്ചാർജായി പോകുന്ന സമയത്ത് പോലും പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ പോലും അണുബാധയുടെ ഒരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന കാര്യവുമൊക്കെയാണ് ഡോക്ടർമാർ വിശദീകരിക്കുന്നത്. എന്തുതന്നെയായാലും 4 അംഗ സമിതിയുടെ ഒരു വിദഗ്ധ സമിതിയുടെ അന്വേഷണം കൂടി വന്ന് അവരുടെ പരിശോധനകൾ കൂടി പൂർത്തിയായാൽ മാത്രമേ ഈ റിപ്പോർട്ട് ഏത് തരത്തിലുള്ളതായിരിക്കുമെന്ന് അറിയാൻ കഴിയൂ. അതനുസരിച്ചുള്ള നടപടിയിലേക്ക് പോകാനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ശരി, രജിത് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കൊച്ചി തമ്മനത്ത് ജല അതോറിറ്റിയുടെ വാട്ടർ ടാങ്ക് തകർന്നതിൽ അറ്റകുറ്റപ്പണി തുടരുകയാണ്. കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടേക്കും. ബുധനാഴ്ചയോടെ കുടിവെള്ള വിതരണം സാധാരണ നിലയിലാകുമെന്നാണ് പ്രതീക്ഷ. റവന്യൂ അധികൃതർ ഇന്ന് നാശനഷ്ടങ്ങളുടെ കണക്ക് എടുക്കും. കൊച്ചിയിൽ നിന്ന് കിരൺ കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. കിരൺ, കുടിവെള്ളം എന്നുള്ളത് ആളുകളെ സംബന്ധിച്ച്, സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കുടിവെള്ളം തടസ്സപ്പെടുന്ന തരത്തിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അറ്റകുറ്റപ്പണി അതിവേഗം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാമോ? അഖില, ഈ തകർന്ന വാട്ടർ ടാങ്കിൻ്റെ അറ്റകുറ്റപ്പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇതിൻ്റെ ഏകദേശം പണികൾ പൂർത്തിയാക്കാൻ കഴിയും. നാളെയോടുകൂടി തന്നെ പൂർണ്ണമായും പമ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, വലിയൊരു കുടിവെള്ള പ്രതിസന്ധി നഗരത്തെ സംബന്ധിച്ചുണ്ടാകും എന്നുള്ളത് കണക്കുകൂട്ടി തന്നെ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ കുടിവെള്ള പ്രതിസന്ധി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്ക് ടാങ്കറിലേക്ക് അടക്കം വെള്ളം എത്തിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ജില്ലാ കളക്ടർ ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കണക്കെടുത്തിരുന്നു. അതായത് ഈ ടാങ്ക് പൊട്ടിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള നാശനഷ്ടത്തിൻ്റെ അടക്കമുള്ള പ്രാഥമികമായിട്ടുള്ള കണക്കെടുപ്പ് നടത്തിയ സമയത്ത് കൊച്ചി കോർപ്പറേഷൻ്റെ 30% സ്ഥലങ്ങളിലേക്കും ഇതിൻ്റെ പ്രശ്നങ്ങൾ ബാധിക്കും എന്നുള്ളൊരു വിലയിരുത്തലായിരുന്നു ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. കോർപ്പറേഷന് പുറമെ ഇത് ചേരാനല്ലൂർ പഞ്ചായത്തിലടക്കം ഇതിൻ്റെ പ്രതിസന്ധികൾ ഉണ്ടാകും എന്നതുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഈ കാര്യങ്ങൾ എന്തായാലും ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തന്നെയാണ് പ്രധാനമായിട്ടും കോർപ്പറേഷൻ്റെ ഒപ്പം ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തൃപ്പൂണിത്തുറ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി
ടാങ്കർ സംവിധാനം ഉപയോഗിക്കാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനമിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ സ്ഥലത്തുള്ള രണ്ടാമത്തെ ടാങ്കിന് ജലസംഭരണിക്ക് വലിയ പ്രശ്നങ്ങളില്ല. ഇതിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് പമ്പ് ചെയ്ത് വെള്ളം ഇറക്കാനായിട്ടാണ് തീരുമാനം. 3 തവണയായി പമ്പിങ് തുടരാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പ്രഷർ കുറച്ച് പമ്പ് ചെയ്യുന്ന സമയത്ത് വിദൂര പ്രദേശങ്ങളിലേക്കുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തുന്നതിനും വീണ്ടും പ്രതിസന്ധി ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങോട്ട് ഈ പൈപ്പിലേക്ക് പ്രഷർ കുറയുന്ന സാഹചര്യത്തിൽ വെള്ളം കുറച്ച് മാത്രമേ എത്താൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് അത്തരം പ്രദേശങ്ങളിലേക്ക് കൂടി ഈ കുടിവെള്ള ടാങ്കറുകൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തന്നെയാണ് ഏതായാലും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും നാളെയോടുകൂടി തന്നെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ബീഹാറിൽ 2ാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കുകയാണ്. 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങളാണ് വിധിയെഴുതുന്നത്. 1ാം ഘട്ടത്തിലേതിന് സമാനമായി റെക്കോർഡ് പോളിംഗാണ് മുന്നണികൾ പ്രതീക്ഷിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വൈകിട്ട് വരും. പ്രശാന്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. പ്രശാന്ത്, ആദ്യഘട്ടത്തിൽ ചരിത്രത്തിൽ തന്നെ ഏകദേശം ഒരു 30 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി കൂടുതൽ പോളിംഗ് ഉണ്ടാകുന്നു. 64.26 എന്നുള്ള വലിയ പോളിംഗിലേക്ക് എത്തുന്നതാണ് കണ്ടത്. 2ാം ഘട്ടത്തിലും അതുതന്നെയാണ് മുന്നണികൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഭരണം തുടരാനാകും എന്നുള്ള NDAയുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഒപ്പം ഭരണം പിടിക്കാൻ തേജസ്വി യാദവിന് കഴിയും എന്ന് ഈ ഘട്ടത്തിൽ പറയാമോ? ബീഹാറിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതോടുകൂടി തന്നെ ബീഹാറിലെ 2 ഘട്ടങ്ങളായുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകും. 122 മണ്ഡലങ്ങൾ 20 ജില്ലകളിലായി വിധിയെഴുതുന്നു. 1302 സ്ഥാനാർത്ഥികളാണ് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുന്നത്. ആകെയുള്ള 45,000-ലധികം വരുന്ന പോളിംഗ് സ്റ്റേഷനുകളിൽ 8,000-ഓളം പോളിംഗ് സ്റ്റേഷനുകൾ പ്രശ്നബാധിത ബൂത്തുകൾ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷയാണ് ഇവിടെയെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. വിവിധ മേഖലകൾ, സീമാഞ്ചൽ അടക്കമുള്ള വിവിധ മേഖലകൾ കൂടി ഉൾപ്പെടുന്നതാണ് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങൾ. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സർക്കാരിന്റെ NDA സർക്കാരിന്റെ ഭാഗമായുള്ള 12 മന്ത്രിമാർ ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ BJPയുടെ മന്ത്രിമാർ 6 പേരുണ്ട്. രേണുദേവി അടക്കമുള്ള ആളുകളാണ് ജനവിധി തേടുന്നത്. മറ്റ് പ്രതിപക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ PCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഈ തെരഞ്ഞെടുപ്പിൽ, രാജേഷ് റാം അടക്കമുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്തെയും സംബന്ധിച്ച്, അത് മഹാസഖ്യത്തെ സംബന്ധിച്ചാണെങ്കിലും NDA സംബന്ധിച്ചാണെങ്കിലും ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമായി തന്നെ ഈ ഘട്ടത്തെ വിലയിരുത്തേണ്ടി വരും. നമുക്കറിയാം, കഴിഞ്ഞ ഘട്ടത്തിൽ വലിയ പോളിംഗ് ആണ്. 64.69% തന്നെ പോളിംഗ് എത്തുന്നു. 1951 ശേഷമുള്ള ബീഹാറിലെ കനത്ത പോളിംഗ് ആദ്യഘട്ടത്തിൽ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത്തവണയും അത്തരത്തിൽ റെക്കോർഡ് പോളിംഗിലേക്ക് എത്തുമോ എന്നുള്ളതാണ് എല്ലാവരും വിട്ടുന്നത്. അത് ആരുടെ ചങ്കിടിപ്പ് കൂട്ടുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും മഹാസഖ്യം പറയുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ട്, അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒന്നിച്ച് സർക്കാരിനെതിരെ വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതേസമയം NDA പറയുന്നത് നമുക്കറിയാം, അത് സ്വാഭാവികമായി അവരുടെ വാദഗതി ശരിയുമാണ്. കാരണം ഇതിനു മുൻപൊക്കെ ഉള്ള സമയങ്ങളിൽ പലപ്പോഴും പല മേഖലകളിൽ 3 മണിക്കൊക്കെ പോളിംഗ് അവസാനിപ്പിച്ചിരുന്ന സ്ഥലമാണ് ബീഹാർ, നക്സൽ ബാധിത മേഖലകളുടെ. പക്ഷേ അവിടെയൊക്കെ തന്നെ ഇത്തവണ 5 മണിവരെ പോളിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്ക്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്, പോലീസിനും ഒക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യത്തിൽ ഈ പോളിംഗ് ശതമാനം അങ്ങനെ വർദ്ധിച്ചതാണ്. അതുകൊണ്ട് സ്വാഭാവികമായും സർക്കാർ ഒരുക്കിയ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി ജനങ്ങൾ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായതുകൊണ്ടാണ് ഈ പോളിംഗ് ശതമാനം വർദ്ധിച്ചത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. മറിച്ചൊരു തരംഗവും ബീഹാറില്ല എന്നുള്ളതാണ് NDAയുടെ അവകാശവാദം. BJPയും പ്രധാനമന്ത്രിയും ഒക്കെ തന്നെ അത് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും എക്സിറ്റ് പോളുകൾ 6:30 പുറത്തേക്ക് വരും. അപ്പോൾ അറിയാം ബീഹാർ ജനത ആരുടെ ഭാഗത്താണ് ചിന്തിച്ചത്. പക്ഷേ ഈ എക്സിറ്റ് പോളുകൾ മാറി ചിന്തിച്ച സമയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഹരിയാനയിൽ നമ്മൾ കണ്ടതാണ്. എക്സിറ്റ് പോളുകൾ വന്നതിൽ 5 എക്സിറ്റ് പോളുകളും അവിടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുന്നു, അതും വലിയ ഭൂരിപക്ഷത്തിലേക്ക് എന്ന് പറയുന്നു. ആദ്യത്തെ 1.5-2 മണിക്കൂറോളം അതിനുള്ള സാധ്യതയുണ്ടാകുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിയുന്നു. BJP അധികാരത്തിലേക്ക് വരുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകളെ പൂർണ്ണമായും വിശ്വസിച്ച് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പിനെ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏതായാലും ഇക്കാര്യത്തിൽ, ഈ തെരഞ്ഞെടുപ്പിൽ, ഈ ഘട്ടത്തിൽ, ഈ 2ാം ഘട്ടത്തിൽ നിർണായകമാകുന്ന സ്ത്രീ വോട്ടർമാർ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം 3,70,00,000 വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നത്. അതിൽ തന്നെ 2 കോടിയിലധികം 2 കോടിയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ തന്നെ വനിതാ വോട്ടർമാരുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം 30-നും 60-നും ഇടയിലുള്ള ആളുകളാണ് കൂടുതലായി ഈ ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് 1ാം ഘട്ടത്തിൽ യുവാക്കളുടെ സാന്നിധ്യം വളരെ ഉണ്ടായിരുന്നു. 1 കോടിയിലധികം വലിയ തരത്തിൽ ഈ ഒരു ഏജ് കണക്കാക്കുന്നത് അങ്ങനെ തന്നെയായിരുന്നു. ഈ പറയുന്ന വോട്ടവകാശം പുതുതായി വോട്ടർമാരെ എത്തിയവരും അതുപോലെ തന്നെ 30 വയസ്സിന് താഴെയുള്ളവരും എന്ന കണക്കിൽ തന്നെ വലിയൊരു വിഭാഗം വോട്ടർമാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ അത് 30-60 എന്ന നിലയിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായും
വോട്ട് ചെയ്ത് ഒപ്പം തന്നെ ബീഹാറിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ വോട്ടെടുപ്പിന്റെ ഭാഗമാകുന്നു. ആ ഒരു ഘട്ടമായതുകൊണ്ട് തന്നെ BJP വലിയ പ്രതീക്ഷ ഈ രണ്ടാം ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും ഇനി വരുന്ന മണിക്കൂറുകളിൽ ഏത് തരത്തിൽ ബീഹാർ ചിന്തിക്കുന്നു എന്ന് നമുക്കറിയാം. 14-ാം തീയതിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തേക്ക് വരുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിനോടൊപ്പം തന്നെ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടി വോട്ടെടുപ്പ്, ജമ്മു കാശ്മീരിൽ 2 മണ്ഡലങ്ങൾ ഉൾപ്പെടെ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടി വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ശരി, പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീ വോട്ടർമാർ വളരെ നിർണായകമാണ് ഈ ഘട്ടത്തിൽ. ഒപ്പം ബീഹാറിന്റെ ചരിത്രത്തിൽ തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പലപ്പോഴും അപ്രസക്തമാകുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. പ്രശാന്ത് സൂചിപ്പിച്ച മറ്റൊരു കാര്യം, രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ ഇന്ന് നടക്കുന്നുണ്ട്. 8 മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. ജമ്മു കാശ്മീരിലെ ബുഡ്ഗാം, നഗ്രോട്ട എന്നീ മണ്ഡലങ്ങളിലും, രാജസ്ഥാനിലെ അന്തയിലും, ജാർഖണ്ഡിലെ ഖട്സിയിലും, തെലങ്കാനയിലെ ജൂബിലി ഹിൽസിലും, പഞ്ചാബിലെ തരൺ മണ്ഡലത്തിലും, മിസോറാമിലെ ഡംപയിലും, ഒഡീഷയിലെ നുവാപാഡ മണ്ഡലത്തിലേക്കുമാണ് വോട്ടെടുപ്പ് നടക്കുക. 2 മണ്ഡലങ്ങളിൽ വിജയിച്ച മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള രാജിവെച്ചതിനെ തുടർന്നാണ് ബുഡ്ഗാമിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. 2025 ബുക്കർ പുരസ്കാരം ഹംഗേറിയൻ എഴുത്തുകാരനായ ഡേവിഡ് സെല്ലോയ്ക്ക് ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച പുലർച്ചെ 3 ലണ്ടനിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിച്ചു. ഡേവിഡ് സെല്ലോയുടെ ഫ്ലൈഷ് എന്ന നോവലാണ് പുരസ്കാരത്തിന് അർഹമായത്. ഇന്ത്യൻ സാഹിത്യകാരി കിരൺ ദേശായിയുടേതുൾപ്പെടെ 6 നോവലുകളാണ് ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിരുന്നത്. 50,000 പൗണ്ട്, അതായത് ഏകദേശം 58 ലക്ഷം രൂപ പുരസ്കാരം ലഭിക്കും. കാനഡയിൽ ജനിച്ച ഡേവിഡ് സെല്ലോ ഇപ്പോൾ വിയന്നയിലാണ് താമസിക്കുന്നത്. 20-ലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട 6 ഫിക്ഷൻ കൃതികളുടെയും നിരവധി BBC റേഡിയോ നാടകങ്ങളുടെയും രചയിതാവാണ് ഇദ്ദേഹം. സെല്ലോയുടെ ആദ്യ നോവലായ ലണ്ടൻ ആൻഡ് ദി സൗത്ത് ഈസ്റ്റിന് 2008 ബെറ്റി ട്രാസ്ക്, ജെഫ്രി ഫേബർ മെമ്മോറിയൽ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഓൾ ദാറ്റ് മാൻ ഈസ് എന്ന കൃതിക്ക് ഗോൾഡൻ ബേൺ പ്രൈസും പ്ലിംപ്ടൺ പ്രൈസ് ഫോർ ദ ഫിക്ഷനും ലഭിച്ചിട്ടുണ്ട്. ആനപ്പേടി ഈ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ പലയിടങ്ങളിലുമുണ്ട്. കോന്നി, കല്ലേലു, കുളത്തുമൺ സ്വദേശികളും ഇപ്പോൾ ആനപ്പേടിയിലാണ്. നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്ന കാട്ടാനക്കൂട്ടം വീട്ടുമുറ്റത്ത് വരെ എത്തുന്നതാണ് നാട്ടുകാരെ ഭീതിയിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് വീട്ടമ്മ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവർക്ക് സുഖമില്ലാത്ത ഒരു സ്ത്രീയാണ്. അവർ കുറച്ച് നേരമായി അവരുടെ ജനലിൻ്റെ അടുത്ത് അനക്കം കേൾക്കുന്നു. അവർ ജനൽ തുറന്നൊന്ന് നോക്കിയപ്പോൾ ആന അവിടെ നിന്ന് വാഴ ഒടിക്കുക. അവരുടനെ എന്നെ വിളിച്ചു വെച്ച് പറഞ്ഞു, അമ്മമ്മ ആന ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു. രാത്രി ആ സമയത്ത് 1:45 ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പെട്ടെന്ന് കതവ് തുറന്നു ലൈറ്റ് ഇട്ട് മുറ്റത്തോട്ട് വരുമ്പോൾ അവരുടെ വീട്ടിലോട്ടാണ് എൻ്റെ കണ്ണ് പോകുന്നത്. കാരണം അവിടെ ആനയുണ്ടല്ലോ. അങ്ങോട്ട് നോക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുക ആന. എനിക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്തുവാ സംഭവിച്ചത്. ഞാൻ എത്ര ശബ്ദത്തിലായി എങ്ങനെയാ ശബ്ദം ഉയർത്തി ശബ്ദം വെച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ സമയത്ത് ആന അതിനേക്കാൾ ശബ്ദത്തിൽ അലറിക്കൊണ്ട് ആന താഴോട്ട് ചാടി ആനയങ്ങ് പോയി. അയൽപ്പക്കത്തെ സ്ത്രീയുടെ അലർച്ച കേട്ട് മുറ്റത്തിറങ്ങിയപ്പോഴാണ് മിനി ഇടുക്കുള ആനയ്ക്ക് മുമ്പിൽ അകപ്പെട്ടത്. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ഇവർ അലറിക്കറിഞ്ഞതോടെ ആന പിൻവാങ്ങുകയായിരുന്നു. കോന്നിയിലെ കല്ലേരി, കുളത്തുമൺ പ്രദേശങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമായിട്ട് നാളുകളേറെയായി. വനത്തിൽ നിന്നും നദി നീന്തിക്കയറിയാണ് ആന ജനവാസ മേഖലയിലെത്തി കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും ജീവന് ഭീഷണിയാകുന്നതും. എന്ന് പറഞ്ഞാൽ ഇത് വനത്തിന്റെ അടുത്തൊന്നും അല്ലല്ലോ. ഞങ്ങൾ 6 നിക്കര കയറിയാണ് ആന വരുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അല്ലാതെ ആറ്റുതീരത്ത് ഞങ്ങൾ പോയി നിന്നിട്ടോ അല്ലെ വനത്തിൽ കയറി പോയിട്ടോ അല്ല ആന ഉപദ്രവിക്കാൻ വരുന്നത്. കാട്ടാനശല്യം സംബന്ധിച്ച് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഫെൻസിംഗ് അടക്കം വനാതിർത്തികൾ സ്ഥാപിക്കാമെന്ന് അധികൃതർ വാക്കുപറയുമ്പോഴും നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നും ആക്ഷേപമുയരുന്നുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിക്കാൻ ഇനി 6 ദിവസം മാത്രമാണ് ഉള്ളത്. വണ്ടിപ്പെരിയാർ സത്രം, പുല്ലുമേട് പരമ്പരാഗത കാനനപാതയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വനം വകുപ്പ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. കാനനപാത തെളിക്കുന്ന ജോലികളാണ് പുരോഗമിക്കുന്നത്. എന്നാൽ ശുചിമുറി അടക്കമുള്ള ക്രമീകരണങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. പുല്ലുമേട് ദുരന്തത്തെ തുടർന്ന് കോഴിക്കാനം പുല്ലുമേട് പാത അടച്ചതോടെ സത്രത്തിൽ നിന്നും സന്നിധാനത്തിലേക്കുള്ള പരമ്പരാഗത കാനനപാത വഴിയാണ് ഭക്തരെ കടത്തിവിടുന്നത്. സീസൺ തുടങ്ങുന്നതിന് മുന്നോടിയായി 12 കിലോമീറ്റർ കാനനപാതയുടെ ഇരുവശത്തും വളർന്നു നിൽക്കുന്ന കാട്ടുചെടികൾ വനം വകുപ്പ് വെട്ടിത്തെളിക്കാൻ തുടങ്ങി. വഴിമുടക്കി കിടന്നിരുന്ന മരങ്ങൾ മുറിക്കുന്ന പണികളും പുരോഗമിക്കുകയാണ്. പുല്ലുമേട്ടിൽ ലഘുഭക്ഷണശാലയും പോലീസ്, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകൾക്കുള്ള സൗകര്യങ്ങളും ഒരുക്കും. 6 സ്ഥലത്ത് കുടിവെള്ളം വിതരണം ചെയ്യും. ആവശ്യാനുസരണം എക്കോ ഗാർഡ്സിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പോയിന്റുകളിലും എക്കോ ഗാർഡ്സ് ഉണ്ടാകും. അവർ
അയ്യപ്പന്മാർക്ക് എന്തെങ്കിലും സഹായം, വൈദ്യസഹായം, മറ്റേ വന്യമൃഗ സാന്നിധ്യം ഉണ്ടായാൽ അത് മുന്നറിയിപ്പ് നൽകുക തുടങ്ങിയ കാര്യങ്ങളിൽ അവർ എക്കോ ഗാർഡ്സ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു 7ഓളം പോയിന്റുകളിൽ സൗജന്യ കുടിവെള്ള വിതരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 1,32,500 പേരാണ് ഇതുവഴി സന്നിധാനത്തേക്ക് പോയത്. തിരക്ക് കൂടിയതോടെ താമസിക്കാനും വാഹനം പാർക്ക് ചെയ്യാനും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഭക്തർ ഏറെ ബുദ്ധിമുട്ടി. ഇത്തവണയും സത്രത്തിലെ സ്ഥിതി വ്യത്യസ്തമല്ല. ദേവസ്വം ബോർഡിന്റെ 5 ശുചിമുറികൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് താൽക്കാലികമായി പണിത 20 ശുചിമുറികൾ അറ്റകുറ്റപ്പണി പോലും നടത്താത്തതിനാൽ ഉപയോഗശൂന്യമായി കിടക്കുന്നു. വണ്ടിപ്പെരിയാറിൽ നിന്ന് 14 കിലോമീറ്ററാണ് സത്രത്തിലേക്കുള്ള ദൂരം. ഇതിൽ വണ്ടിപ്പെരിയാർ മുതൽ മൗണ്ട് എസ്റ്റേറ്റ് വരെ 8 കിലോമീറ്റർ പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. പലയിടത്തും വലിയ കുഴികളും രൂപപ്പെട്ടു കഴിഞ്ഞു. അടിയന്തരമായി അറ്റകുറ്റപ്പണികളെങ്കിലും നടത്തിയില്ലെങ്കിൽ ഇതുവഴി എത്തുന്ന ഭക്തർ ദുരിതത്തിലാകും. അമൃത ന്യൂസ്, ഇടുക്കി. പ്രശസ്ത നാഗരാജ ക്ഷേത്രമായ മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവം നാളെ നടക്കും. കുടുംബകാരണവർ MK പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നാഗരാജാവിനും സർപ്പയക്ഷിയമ്മയ്ക്കും തിരുവാഭരണം ചാർത്തിയുള്ള പൂജയും നാളെ ഉണ്ടാവും. ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. വൻ ഭക്തജനത്തിരക്ക് പരിഗണിച്ച് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. തുലാമാസത്തിലെ പുണർദം, പൂയം, ആയില്യം നാളുകളിലാണ് ഹരിപ്പാട് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യം മഹോത്സവം നടക്കുന്നത്. ആയില്യം ദിനത്തിൽ പുലർച്ചെ 4-ന് നട തുറക്കും. കുടുംബകാരണവർ MK പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നാഗരാജാവിനും സർപ്പയക്ഷിക്കും തിരുവാഭരണങ്ങൾ ചാർത്തി വിശേഷാൽ പൂജകൾ നടക്കും. രാവിലെ 10 മുതൽ മണ്ണാറശാല UP സ്കൂൾ അങ്കണത്തിൽ മഹാപ്രസാദമൂട്ടുണ്ടാകും. പുണർദം മുതൽ ആരംഭിച്ച ഉത്സവം പ്രധാന ദിനമായ ആയില്യം നാളിലേക്ക് എത്തുമ്പോൾ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷത്തെ ആയില്യം ഏറ്റവും ഭംഗിയായിട്ട് ഭക്തജനങ്ങൾക്ക് ദർശിക്കുവാനുള്ള ഒരുക്കങ്ങൾ ഇവിടെ വിവിധ കാര്യങ്ങളായിട്ട് പുരോഗമിക്കുകയാണ്. ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായ നിലയിൽ ദർശനത്തിന് വേണ്ടിയിട്ട് ഉള്ള സംവിധാനങ്ങൾ അവർക്ക് ഏറ്റവും സുഗമമായിട്ട് ഭഗവാനെ ദർശിച്ച് വഴിപാടുകൾ നടത്തി അനുഗ്രഹം ലഭിക്കുവാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഉച്ചപൂജയ്ക്ക് ശേഷം കുടുംബകാരണവരുടെ നേതൃത്വത്തിൽ നിലവറയോട് ചേർന്നുള്ള തളത്തിൽ ശംഖ്, കുരവ എന്നിവയുടെ അകമ്പടിയോടെ ആയില്യം പൂജയ്ക്കായുള്ള നാഗപത്മക്കളം വരയ്ക്കും. കളം പൂർത്തിയാകുന്നതോടെ അമ്മ തീർത്ഥക്കുളത്തിൽ കുളിച്ച് ക്ഷേത്രത്തിലെത്തിയ ശേഷം ആയില്യം എഴുന്നള്ളത്ത് നടത്തും. എഴുന്നള്ളത്ത് ഇല്ലത്തെത്തുന്നതോടെ അമ്മയുടെ കാർമ്മികത്വത്തിൽ ആയില്യം പൂജ ആരംഭിക്കും. 100 പാലും, ഗുരുതി, തട്ടിന്മേൽ 100 പാലും ഉൾപ്പെടെയുള്ള പൂജകളുണ്ടായിരിക്കും. ഇതിനുശേഷം വലിയമ്മയുടെ ആചാരപരമായ ക്ഷേത്ര ദർശനത്തോടെ ആയില്യം നാളിലെ ആഘോഷങ്ങൾ പൂർത്തിയാകും. അമൃത ന്യൂസ്, ആലപ്പുഴ. ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ഇടതുമുന്നണിക്കാണ് ഭൂരിപക്ഷം. എന്നാൽ പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത് BJPക്ക്. ജില്ലയിൽ BJPക്ക് പ്രസിഡന്റ് പദവിയുള്ള ഏക ഗ്രാമപഞ്ചായത്താണ് കാഞ്ചിയാർ. ഇടുക്കിയിലെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ആകെ അംഗങ്ങൾ 16. LDFന് 9ഉം UDFന് 6ഉം അംഗങ്ങളുണ്ട്. BJPക്ക് ഒരാൾ മാത്രം. ഇവിടെ പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി സംവരണമാണ്. LDFനും UDFനും ഈ വിഭാഗത്തിൽ നിന്ന് ഒരംഗം പോലുമില്ല. അങ്ങനെ പട്ടികജാതി സംവരണ സീറ്റിൽ നിന്ന് വിജയിച്ച BJP പ്രതിനിധി സുരേഷ് കുഴിക്കാട്ട് പ്രസിഡന്റായി. ഭരണസമിതിയിൽ ഭൂരിപക്ഷമില്ലെങ്കിലും വികസന പ്രവർത്തനങ്ങൾക്ക് ഇത് തടസ്സമായില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. പഞ്ചായത്തിന് കിട്ടുന്ന വിവിധ വകുപ്പുകളിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ ഏകദേശം പല ഘട്ടങ്ങളിലായും അല്ലെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 100% നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെ എടുത്തു പറയത്തക്ക നേട്ടമാണ് 52 പഞ്ചായത്തുകളെ അപേക്ഷിച്ച്. അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് നൂതന പദ്ധതികൾ നമുക്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിച്ചു. അത് കാർഷിക മേഖലയിലായാലും പശ്ചാത്തല മേഖല, ഉൽപ്പാദന മേഖലയിലായാലും എല്ലാം നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ നമുക്ക് സാധിച്ചു. അതിന് ഭരണസമിതിയുടെ ഒന്നടങ്കം, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഒന്നടങ്കം സപ്പോർട്ട് ഈ ഭരണസമിതിക്ക് ഉണ്ടായിരുന്നു. പ്രസിഡന്റ് സ്ഥാനമില്ലെങ്കിലും ഭരണസമിതിയിൽ ഭൂരിപക്ഷമുള്ളതിനാൽ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച വികസന പദ്ധതികൾ പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞതായി ഇടതുപക്ഷം അവകാശപ്പെടുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചെങ്കിലും പ്രസിഡന്റ് LDFന് ഇല്ലായിരുന്നു. എങ്കിലും ബാക്കി അംഗങ്ങളെ വെച്ച് എല്ലാ രൂപത്തിലും വികസനക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുകയും സമസ്ത മേഖലകളിലും നല്ല മുന്നേറ്റം ഉണ്ടാക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെയും പദ്ധതികളും വികസനങ്ങളും ക്ഷേമ പദ്ധതികളുമെല്ലാം കാഞ്ചിയാർ പഞ്ചായത്തിൽ വലിയ രൂപത്തിൽ കൊണ്ടുവരുന്നതിന് ഈ മെമ്പർമാർക്ക് സാധിച്ചിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതി, ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം തുടങ്ങി എല്ലാ മേഖലകളിലും ഭരണസമിതി തികഞ്ഞ പരാജയമായിരുന്നെന്ന് UDF ആരോപിച്ചു.
ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി ലൈഫ് 2020 ഭവനവും സ്ഥലവും ഇല്ലാത്ത ആളുകൾക്കായിട്ട് കഞ്ചിയാർ ബംഗാലൂർ കടയിൽ കൽത്തൊട്ടിക്ക് സമീപം ബംഗാലൂർ കടയിൽ ഫ്ലാറ്റ് നിർമ്മാണം അത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇതുവരെ ഒരുക്കിയിട്ടില്ല. അത് പ്രാരംഭത്തിൽ തന്നെ നിൽക്കുക. ഈ വീടിനായിട്ട് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ. ജനറൽ വിഭാഗത്തിൽ 18 വീടുകൾ മാത്രമാണ് നൽകിയിരിക്കുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമെന്നാണ് 3 മുന്നണികളുടെയും പ്രതീക്ഷ. ആദിവാസി രാജാവിന്റെ ആസ്ഥാനം, അഞ്ചുരുളി ഉൾപ്പെടെ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അങ്ങനെ ഏറെ പ്രത്യേകതകളുള്ള ഗ്രാമപഞ്ചായത്താണ് കാഞ്ചിയാർ. ഇത്തവണ ഭരണം പിടിക്കാൻ ശക്തമായ പോരാട്ടത്തിലാണ് 3 മുന്നണികളും. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം തിന്നണമെന്നല്ലേ പറയാറ്. എവിടെ ചെന്നാലും അവിടുത്തെ സാഹചര്യങ്ങളുമായി ചേർന്ന് നല്ല കാര്യങ്ങളെ ജീവിതത്തോട് ചേർക്കണം. ഗെയിം ചേഞ്ചർ എന്ന സെഗ്മെന്റിലൂടെ പ്രശസ്ത ക്രിക്കറ്റ് കമന്റേറ്ററും സ്പോർട്സ് ബ്രോഡ്കാസ്റ്ററും കോളമിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറും മൃദംഗ വിദ്വാനുമായ ശ്രീദത്ത് എസ് പിള്ള ഇന്ന് ഇതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. ന്യൂയോർക്കിലെ ഒരു തണുത്ത ഒരു ഉച്ചതിരിച്ച സമയം, ആഫ്റ്റർനൂൺ, ഒരു ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. പെട്ടെന്ന് വിചാരിക്കാതെ ആ മീറ്റിങ്ങിൻ്റെ ആ ഒരു നടക്കുന്ന റൂം, ഒരു വലിയ റൂം, അതിന് റൂമിൻ്റെ ഡോർ തുറന്ന് 2 പേര് കടന്നു വരുന്നു. അതിലൊരാൾ ബറാക് ഒബാമ, മറ്റേത് ലേറ്റ് മൻമോഹൻ സിംഗ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. അപ്പം അത് അമേരിക്കയിലായതുകൊണ്ട് ബറാക് ഒബാമയാണ് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എല്ലാം ടോപ്പ് എക്സിക്യൂട്ടീവ്സാണ്, ടോപ്പ് കമ്പനീസിൻ്റെ CEOs, അങ്ങനെയുള്ള ആൾക്കാരാണ്. ഓരോരുത്തരെയും പരിചയപ്പെടുത്തി വന്നപ്പം ഇടയ്ക്ക് ഒരാൾ, ഒരു സ്ത്രീ അവരുടെ ഊഴമെത്തി. അപ്പോൾ ഒബാമ പറഞ്ഞു, മീറ്റ് ഇന്ദിര നൂയി, ദ CEO ഓഫ് പെപ്സിക്കോ. അപ്പോൾ ഉടനെ മൻമോഹൻ സിംഗ് പറഞ്ഞു, എനിക്കറിയാം ഞങ്ങളിലൊരാളാണ് ഇത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒബാമ പറഞ്ഞു, ബട്ട് ഞങ്ങളിലും ഒരാളാണ്. ഇന്ദിര നൂയി തൻ്റെ പുസ്തകത്തിൽ, തൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു മൊമെൻറ്റ് അവർ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അതിൽ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അതിന് വേറൊരു ആസ്പെക്റ്റ് കൂടെ ഉണ്ട്. അതായത് ഇന്ദിര നൂയി എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ പെപ്സിയുടെ ലോങ്ങസ്റ്റ് സെർവിങ് CEO ആയിരുന്നു. അതായത് 12 വർഷം ഷി വാസ് ദ ലോങ്ങസ്റ്റ് സെർവിങ് CEO. അതൊന്നും അല്ലാതെ വേറൊരു കാര്യം കൂടെ ഞാൻ ഇന്ദിര നൂയിൽ കാണുന്നുണ്ട്. അതായത് ചെന്നൈയിൽ ഒരു വളരെ കൺസർവേറ്റീവായിട്ടുള്ള ഒരു തമിഴ് ബ്രാഹ്മിൻ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് അവിടെ പഠിച്ച് അതിനുശേഷം പുറത്തു പോയി കൊൽക്കത്തയിൽ IIM കൽക്കട്ട അവിടെ MBA ചെയ്തു. MBA ചെയ്തതിന് ശേഷം അടുത്ത ഒരു മാനേജ്മെൻറ്റ് പഠനത്തിന് വേണ്ടി യേൽ യൂണിവേഴ്സിറ്റിയിൽ അമേരിക്കയിൽ പോയി. 1970s ഒടുക്കത്തിൽ, എനിക്ക് തോന്നുന്നു 78, 79 ആ സമയത്ത് പോയി. അതിനുശേഷം അവർ അമേരിക്കൻ ഒരു ലൈഫ് സ്റ്റൈലുമായിട്ട് പൊരുത്തപ്പെട്ട് അവിടെ തന്നെ വളരെ എന്താ പറയുക അധികം കോൺട്രിബ്യൂട്ട് ചെയ്ത് ആ ലെവലിലെത്തിയ ആളാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, വേറൊരു സ്ഥലത്ത് പോയി അല്ലെ വേറൊരു കൾച്ചറിൽ പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ പഴയ കാര്യങ്ങളങ്ങ് മറക്കും. നമ്മൾ കുട്ടികളിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ മുതിർന്നവരും കാണുന്നുണ്ട്, നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നതാണ്, നമ്മൾ റൂട്ട്സുമായിട്ട് ഇങ്ങനെ ഇഴുകിച്ചേർന്ന് നിൽക്കുമ്പം വേറെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം സ്വീകരിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, മടിയായിരിക്കും, അല്ല അതിനുള്ള കഴിവ് കുറവായിരിക്കും. ഇന്ദിര നൂയി ഈ 2 കാര്യങ്ങളും, അതായത് ഈ 2 ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഭയങ്കരമായിട്ട് കമ്പൈൻ ചെയ്യുന്നൊരു ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഒരു ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർ ഒരു പെപ്സി പോലൊരു കമ്പനിയുടെ CEO, അത് 1-2 വർഷമല്ല 12 വർഷമെന്ന് പറയുമ്പം അറിയാം, കോൺട്രിബ്യൂഷൻ വുഡ് ഹാവ് ബീൻ ഇമെൻസ്. ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ അത്രയും എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നു, ഇത്രയും വലിയൊരു പോപ്പുലേഷൻ, അതായത് വർക്കിംഗ് പോപ്പുലേഷൻ ഓഫ് പെപ്സി, അതിൻ്റെ ഹെഡായിട്ടിരിക്കുന്ന ഒരാളുടെ ഒരു പ്രഷേഴ്സ്, അല്ലെങ്കിൽ അതിന് വേണ്ട കഴിവുകൾ, അല്ലെ അതിന് വേണ്ട ഒരു എഫിഷ്യൻസി എന്നാൽ നമുക്കറിയാം. അതുപോലുള്ള ആൾക്കാരെ ആയിരിക്കും കാണുന്നത്, അതുപോലുള്ള യാത്രകൾ. ബട്ട് അവർ പറ്റുമ്പോഴെല്ലാം എല്ലാ വർഷവും ഇപ്പോൾ മാഗഴി സീസണുണ്ട് ചെന്നൈയിൽ ഡിസംബറിൽ, അവർ കച്ചേരി കേൾക്കാൻ വരും, അവർ സാരി ഉടുക്കുന്നു, നന്നായിട്ട് ഇപ്പോഴും തമിഴ് സംസാരിക്കുന്നു. ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ പലപ്പോഴും ഒരു പുതിയൊരു കാര്യം തേടി പോകുമ്പോൾ പഴയ റൂട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ പഴയ കാര്യങ്ങൾ മറക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ നല്ലത് എന്തെങ്കിലും കാണുവാണെങ്കിൽ അത് ഇംബൈബ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കാൻ, അതിന് നമ്മൾ മടി കാണിക്കേണ്ട കാര്യമില്ല. ഈ 2 കാര്യങ്ങളും ക്യാൻ കോ എക്സിസ്റ്റ്.
ക്യാൻ ഹാവ് എ സിംബയോട്ടിക് എക്സിസ്റ്റൻസ്. രണ്ടുപേരും രണ്ട് ലോകങ്ങളാവാം. ഈ രണ്ട് ലോകങ്ങളും വളരെ സന്തോഷത്തോടെ ഒരുമിച്ച് നിൽക്കാൻ പറ്റും. ഇന്ദിരാ നൂയി നമുക്ക് തരുന്ന ഒരു പാഠം അതാണ്. എല്ലാവർക്കും ഒരു വളരെ നല്ല ദിവസം ആശംസിക്കുന്നു. നാളെ കാണാം. കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെ ഏറ്റവും പുതിയ ഷോറൂം തൃശൂർ വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. 9,000 സ്ക്വയർ ഫീറ്റോളം വരുന്ന അതിവിശാലമായ ബഹുനില കെട്ടിടത്തിൽ ഒരുങ്ങിയ വ്യാപാര സ്ഥാപനത്തിൽ എത്തുന്നവർക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മികച്ച ഓഫറുകളും ഗുണമേന്മേറിയ ഉൽപ്പന്നങ്ങളും കല്യാണിന്റെ മാത്രം സവിശേഷതയാണ്. ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുമെന്നതിനാൽ കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെ വടക്കാഞ്ചേരിയിലെ പുതിയ ഷോറൂം ഉപഭോക്താക്കൾക്ക് ഏറ്റെടുത്തു കഴിഞ്ഞു. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ഉദ്ഘാടനം കുന്നംകുളം MLAയും മുൻ മന്ത്രിയുമായ AC മൊയ്തീൻ നിർവഹിച്ചു. കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ ഭദ്രദീപം തെളിയിച്ചു. മാനേജിംഗ് ഡയറക്ടർമാരായ പ്രകാശ് പട്ടാഭിരാമൻ, മഹേഷ് പട്ടാഭിരാമൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സായ വർദ്ധിനി പ്രകാശ്, മധുമതി മഹേഷ്, ജനറൽ മാനേജർ സോണി ജോസഫ്, റീജിയണൽ മാനേജർ അജീഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. വിപണിയുടെ വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ്. സ്വാഗതം ശ്രീ ദിലീപ്. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. ഇന്നത്തെ വിപണിയെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കുകയും വേണം. ആഗോള സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ പുരോഗമിക്കുന്നു. പ്രത്യേകിച്ചും US-ൽ ഷട്ട് ഡൗൺ തീർന്നതിൻ്റെ ഒരു പ്രതിഫലനം US വിപണിയിലുണ്ടായിരുന്നു. ഇന്നലെ US ഓഹരികളിൽ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം പ്രകടമായിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ വിപണിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആഭ്യന്തര ഘടകങ്ങളും തികച്ചും തൃപ്തികരം തന്നെയാണ്. കമ്പനിയുടെ പ്രവർത്തന ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശ്രീ ദിലീപ്, നമ്മുടെ ഗുഡ് മോർണിംഗ് കേരളത്തിന്റെ സമയം അവസാനിക്കുകയാണ്. അതുകൊണ്ടാണ് ഇടപെടുന്നത്. ഏതായാലും ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ ലഭിക്കും. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.